നമസ്തേ, ആപ് സभी को हमारे ചാനൽ पर ഹാർദിക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ നാദസാഹിത്യമാണ് പഠിക്കുന്നത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. നാദസാഹിത്യ का जनक आदिनाथ शिव है. ആരാണ് ജനക്? आदिनाथ शिव. ओके. आदिकालीन समाज में व्याप्त धार्मिक और सामाजिक अत्याचारों को अंत करने का प्रयास किया. അപ്പോൾ ആദ്യകാലത്തിലെ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള മതപരവും സാമൂഹികപരവുമായ അത്യാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് നാദസാഹിത്യം ശ്രമിച്ചിട്ടുള്ളത്. ഗോരഖ്നാഥിനെ ഈ സമ്പ്രദായക്കോ നാദ് സമ്പ്രദായ നാം ദിയ. ഗോരഖ്നാഥ് ഈ സമ്പ്രദായത്തിന് നാദ് സമ്പ്രദായം എന്ന് പേര് നൽകി. നാഥോം കെ നാം കെ പീച്ചെ നാഥ് ജോഡ്തേ ഹെ. അപ്പോൾ നാഥന്മാരുടെ പേരിൻ്റെ പിറകിൽ എന്ത് ചെയ്യുന്നു? നാഥ് എന്ന് ചേർക്കുന്നു. സിദ്ധന്മാരുടെ പിറകിലോ പാ ജോഡ്തേ ഹെ. നാഥ് അനാദ് ധർമ്മ കാ ഉദ്ബോധൻ കർത്താ ഹെ. അപ്പോൾ നാഥ് എന്ന് പറഞ്ഞാൽ നാം മീൻസ് അനാദിരൂപ്, ധ മീൻസ് ഭുവൻ ത്രൈമേം സ്ഥാപിത ഹോന. ഇതുകൊണ്ടാണ് നാഥിനെ അർത്ഥമാക്കുന്നത്. നാഥ് ഈശ്വർവാദി थे. നാഥന്മാർ ആരായിരുന്നു? ഈശ്വർവാദികളായിരുന്നു. ഹഠയോഗ സാധനാസെ സംബന്ധിത് थे. ഹഠയോഗ സാധനയുമായി ബന്ധമുള്ളവരായിരുന്നു. ഉन्होंने പഞ്ചംകാർക്കോ തിരസ്കാർ കിയ. അവരെന്താക്കി? പഞ്ചംകാരത്തെ ഉപേക്ഷിച്ചു. അതായത് മാനക്, മദിര, മച്ച്, മാംസ്, മൈഥുൻ ഇവയാണ് പഞ്ചംകാർ. സിദ്ധന്മാരെ ഇവയെ ഉപയോഗിച്ചു, നാഥന്മാരെ ഇവയെ ഉപേക്ഷിച്ചു. നാരി ഭോഗ കാ വിരോധ് കിയ और യോഗമാർഗക്കോ അപ്നായ. നാരീഭോഗത്തെയും ഉപേക്ഷിച്ചു, എന്നിട്ടോ യോഗമാർഗത്തെ സ്വീകരിച്ചു. ഉൻകി രചന ഉപദേശാത്മക ഥി. അവരുടെ രചനകൾ ഉപദേശപരമായിരുന്നു. ഗുരുമഹിമക്കോ ജ്യാദ പ്രാധാന്യം ദിയ. ഗുരുമഹിമക്കാണ് അവർ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ നാദസമ്പ്രദായം എങ്ങനെയാണ് ഉണ്ടായത്? ബൗദ്ധധർമ്മത്തിലെ മഹായാൻ ശാഖയിൽ നിന്ന് വജ്രയാൻ വഴി, സഹജയാൻ വഴി നാദസമ്പ്രദായം. അങ്ങനെയാണ് നാദസമ്പ്രദായം ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അടുത്തത് നാദോം കി സംഖ്യ 9 है. അല്ലേ? നാദോം കി സംഖ്യ കിतनी है? 9 है. സിദ്ധോം കി സംഖ്യ കിतनी है? സിദ്ധോം കി സംഖ്യ 84 है. പഠിച്ചു വെക്കണേ. പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ 9 നാഥന്മാരുടെ പേരുകളും പഠിച്ചു വെക്കുക. ആദിനാഥ്, മത്സ്യേന്ദ്രനാഥ്, ഗോരഖ്നാഥ്, കഹപിനാഥ്, പർപ്പർനാഥ്, ചൗറംഗിനാഥ്, ജ്വാലേന്ദ്രനാഥ്, ഭർത്തരിനാഥ്, ഗോപിചന്ദ്രനാഥ്. ഇവരാണ് നാഥ്, അല്ലേ, നാഥന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഗോരഖ്നാഥ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോരഖ്നാഥിൻ്റെ രചനയാണ് ഗോരഖ്ബാനി കേട്ടോ. അതും പഠിച്ചു വെക്കുക. അപ്പോൾ നാദസാഹിത്യം എന്താണ് എന്നുള്ളതും നാഥന്മാരാരൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.